ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് വളരെ ഉപകാരപ്രദമായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ 2 സ്പൂൺ ഞാൻ ഇതുപോലെ എടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ക്ലിപ്പ്, തുണിയിലൊക്കെ കുത്തുന്ന ഒരു ക്ലിപ്പും ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഒരേ അളവിൽ 2 സ്പൂൺ എടുക്കുക. എന്നിട്ട് നമുക്ക് ആ ചെവിട് ഭാഗത്തായിട്ട് ഒരു റബ്ബർ ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അവിടെയും നമുക്കൊരു റബ്ബർ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സ്പൂണ് ഒരേ അളവായിരിക്കണം. അപ്പം നമ്മൾ മീനൊക്കെ പൊരിച്ച് കോരുന്നതിനും അതേപോലെ മീൻ മറിച്ചിടുന്നതിനും ഒക്കെ വളരെ ഉപകാരമാണ് ഇങ്ങനെ ചെയ്തെടുത്താൽ. എന്തിനും നമുക്ക് നല്ല ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കതിൻ്റെ ഉപകാരം അറിയാൻ പറ്റും. കണ്ടോ? എന്നിട്ട് ഇതേപോലെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് വേണേലും ഇത് വെച്ച് എടുക്കാവുന്നതാണ്. കണ്ടോ? പ്ലേറ്റിൽ നിന്ന് വേണേലും നമുക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ ഇതേപോലെ നെക്കിയെടുക്കാം. അതല്ല, ഇതിൻ്റെ ഉപയോഗം തന്നെയാണ് അതിനുള്ളത്. കണ്ടോ? ഇതിപ്പം ഇതിൻ്റെ ഉപയോഗം തന്നെയാണ് നമുക്ക് ആ സ്പൂൺ കൊണ്ടും ഉള്ളത്. അപ്പം നമുക്ക് മീൻ മറിച്ചിടണമെങ്കിലും അതേപോലെ തന്നെ നമുക്ക് പ്ലേറ്റിൽ നിന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിലും ഒക്കെ ഇതേപോലെ ഒന്ന് നെക്കിയെടുത്താൽ മതി. അപ്പം നല്ലൊരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂലൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും പ്ലാസ്റ്റിക്കിൻ്റെ ചൂലല്ലാത്തവർക്ക് ഇതേപോലത്തെയൊക്കെ ചൂല് മഴ സമയത്ത് ഈർപ്പമൊക്കെ പിടിച്ചിട്ട് നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കാനോ ഒന്നും തന്നെ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ചൂല് നല്ല ക്ലീനായിട്ട് അണുക്കളൊന്നും ഇല്ലാതെ നമുക്ക് നല്ല വൃത്തിയായിട്ട് ചൂല് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്, ഇപ്പോൾ ഒരു ചൂലിനകത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നല്ലൊരു അണുവിമുക്തമാണ്. കുറച്ച് മാത്രം മതി, എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ചൂല് വെയിലത്ത് വെച്ചൊന്നും ക്ലീൻ ആകാത്തില്ല. ഇനി അടുത്ത ബേക്കിംഗ് പൗഡർ അറിയാമല്ലോ, നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയൊരു സാധനം തന്നെയാണ്. ബേക്കിംഗ് പൗഡറും അതേപോലെ അതിൻ്റെ പുറത്ത് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നല്ലൊരു മണത്തിന് വേണ്ടി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത് 3 ഇടുമ്പം തന്നെ ചൂല് ക്ലീനായിട്ട് തന്നെ കിട്ടും. നമുക്ക് മഴ സമയത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയോ കഴുകിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് മാസത്തിൽ ഒരു തവണയെങ്കിലും ചൂല് കഴുകി ഉണക്കിയൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ കഴുകിയാൽ ഉണങ്ങത്തില്ല, ഈർപ്പം പിടിച്ചിട്ട് ചൂല് ചീത്തയായിപ്പോൾ. അപ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പം തന്നെ ചൂല് കഴുകിയതിൻ്റെ ഒരു ഫീല് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കാരണം അത്ര നല്ല ക്ലീനായിട്ട് കിട്ടും. എന്നിപ്പോൾ ഇതേപോലെ അരമണിക്കൂറിന് ശേഷം ഇങ്ങനെയൊന്ന് കുടഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിനകത്തോട്ടൊക്കെ ഇറങ്ങും. അകത്തോട്ട് ഇറങ്ങിയതിൻ്റെ ബാക്കി താഴോട്ട് വരുന്നതായിട്ട് കാണാം നമുക്ക്. ഉണ്ടോ? അപ്പോൾ ഫുള്ള് അകത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ബാക്കിയുള്ളത് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂലിപ്പോൾ തന്നെ കണ്ടോ, നല്ല ക്ലീനായിട്ട് നല്ല ഇതായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൂക്കാനൊക്കെ നല്ല ഒരു സുഖവും കൂടെ ആയിരിക്കും. അല്ലേ? അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ്, അത് ഏത് ബിസ്ക്കറ്റാണേലും ഇതേപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു കാറ്റ് കയറാത്ത ഒരു കുപ്പി എടുക്കുക. ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ ചീത്തയാകാതിരിക്കണമെങ്കിൽ ആ കുപ്പിക്കകത്ത് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ബിസ്ക്കറ്റ് ചീത്തയാകാതിരിക്കും. ബിസ്ക്കറ്റ് ആണേലും നട്ട്സ് ആണേലും എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം അടച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ബിസ്ക്കറ്റ് ചീത്തയാകാതിരിക്കുകയും ചെയ്യും, കുതിർന്നു പോകാതിരിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ ഈ എണ്ണക്കുപ്പി, നമ്മൾ എണ്ണയൊക്കെ നിറച്ചതിന് ശേഷം ഗ്ലാസിൻ്റെ മറ്റേ ചില്ലിൻ്റെ കുപ്പിയാണേലും അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ആണേലും പുറമേ നല്ല ഒരു എണ്ണയുടെ ആ മയം പോകത്തില്ല. നമുക്ക് പിടിക്കുന്നതിനൊക്കെ ഭയങ്കര എണ്ണമയമായിരിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പൗഡർ മുകളിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ കുപ്പി മൂടിയതിന് ശേഷം വേണം ചെയ്യാൻ, കാരണം പൗഡർ ഒട്ടകത്തോട്ട് പോകരുത്. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതേപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ടവൽ വെച്ച് തുടച്ചെടുക്കാം. അപ്പോൾ ആ എണ്ണയുടെ ആ
എണ്ണയുടെ ആ വിഴുക്കൊക്കെ പോയി കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എണ്ണ കുപ്പി എടുക്കാനും തുറക്കാനും ഒക്കെ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ എൻ്റെ എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടു എന്ന് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നമുക്ക് നല്ല അടിപൊളി ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.